പ്രകടനത്തിനകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം റെഡിയായിരുന്നു. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം. ഇപ്പോൾ 25 ലക്ഷം രൂപകൾ ഇപ്പോൾ ഓൾറെഡി പലരിൽ നിന്ന് വാങ്ങി ഈ അഡ്വാൻസ് ഒക്കെ കൊടുത്താണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തുടങ്ങി കഴിഞ്ഞാലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംഭാവനയൊക്കെ കിട്ടുക സംഭവമുള്ളൂ. സാമ്പത്തിക നഷ്ടത്തിലുപരി മാനസികമായുള്ളൊരു വലിയ നഷ്ടമല്ലേ? അദ്ദേഹവും ഞങ്ങളും ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോഴും പാർട്ടി വിട്ട് നമുക്ക് കാര്യമില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ നിൽക്കും. പക്ഷേ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒന്നിനോട് പിടിവാശിയോ ഒന്നുമുള്ള ആളല്ല അദ്ദേഹം. അതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ അന്ന് വളരെ നേരത്തെ മാറിയാണ്. ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ജോസഫ് വാഴക്കന്റെ പോസ്റ്ററുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കോട്ടയം നഗരത്തിലെ ഒരു കെട്ടിടത്തിലാണ് വലിയ തോതിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉൾപ്പെടെ 10,000-കണക്കിന് ഇലക്ഷൻ സാമഗ്രികളാണ് ഈ മുറിയിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് വരെ ജോസഫ് വാഴക്കൻ തന്നെയാണ് കോട്ടയത്ത് ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലായിരുന്നു കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ പേര് വരികയും ജോസഫ് വാഴക്കന് സ്ഥാനാർത്ഥിത്വമില്ല എന്നുള്ള കാര്യം അറിയുകയും ചെയ്തത്. എന്തായാലും പ്രവർത്തകർ വലിയ തോതിൽ ഇത് ശേഖരിക്കുകയായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ജോസഫ് വാഴക്കന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെയും തയ്യാറാക്കിയതെന്ന് നേതാക്കളും പ്രവർത്തകരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ അവർക്ക് പറയാനുള്ളത് വലിയ സാമ്പത്തിക നഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ അവരുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എത്ര തോതിലുള്ള ഈ കാര്യങ്ങൾ ഇവിടെ ശേഖരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധി? അദ്ദേഹത്തോട് പാർട്ടി ഏറ്റുമാനൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ CEC-ക്കകത്ത് ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹം അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തോടൊപ്പം, തെരഞ്ഞെടുപ്പല്ല എല്ലാ കാലത്തും ഞങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളതിനുള്ള പോസ്റ്റർ, ബാനർ, ഫ്ലെക്സ് ബോർഡുകൾ, അഭ്യർത്ഥനകൾ, കൊടികൾ, പിന്നെ മറ്റ് അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം റെഡിയായിരുന്നു. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം. ഇപ്പോൾ 25 ലക്ഷം രൂപകൾ ഇപ്പോൾ ഓൾറെഡി പലരിൽ നിന്ന് വാങ്ങി ഈ അഡ്വാൻസ് ഒക്കെ കൊടുത്താണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തുടങ്ങി കഴിഞ്ഞാലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംഭാവനയൊക്കെ കിട്ടുക സംഭവമുള്ളൂ. സാമ്പത്തിക നഷ്ടത്തിലുപരി മാനസികമായുള്ളൊരു വലിയ നഷ്ടമല്ലേ? അദ്ദേഹവും ഞങ്ങളും ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോഴും പാർട്ടി വിട്ട് നമുക്ക് കാര്യമില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ നിൽക്കും. പക്ഷേ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒന്നിനോട് പിടിവാശിയോ ഒന്നുമുള്ള ആളല്ല അദ്ദേഹം. അതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ അന്ന് വളരെ നേരത്തെ മാറിയാണ്. പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ മുന്നൊരുക്കവും ഒക്കെ ആയിട്ട് വന്നത്. ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ജോസഫ് വാഴക്കന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർ വലിയ രീതിയിൽ ഇത്തരത്തിൽ പോസ്റ്ററുകളും കൊടിതോരണങ്ങളും ഒക്കെയും ശേഖരിച്ചത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യം, ഏറ്റവും ഒടുവിൽ രാത്രി ഇന്നലെ ഏറെ വൈകിയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എന്നുള്ള കാര്യം ജോസഫ് വാഴക്കൻ അറിയാനിടയായത് എന്നുള്ളതാണ്. എന്തായാലും കടുത്ത പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ജോസഫ് വാഴക്കന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.